നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27:13. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എന്താണ് കഷ്ടം? ആ നന്മ കാണുകയില്ല, അതാണ് കഷ്ടം. അപ്പം ദൈവത്തിൽ നിന്ന് ജീവനും ഭക്തിക്കും വേണ്ടതായ ഏതുവിധമായ നന്മകളും പ്രാപിപ്പാൻ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, നാം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, സത്യക്രിസ്ത്യാനികൾ, അവർ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുല വെട്ടിയ വാഴയ്ക്ക് വളമിടുന്നതിന് തുല്യമാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ അപ്പൻ അങ്ങനെയാണ്, സ്വർഗീയ പിതാവ്. ജീവനുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ. മനുഷ്യരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ജീവിച്ചിരിക്കുക തന്നെ ജീവനുള്ളവരും ജീവനില്ലാത്തവരും. ജീവിച്ചിരിക്കെ ജീവനുള്ളവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിൽ പറയുന്നു, ദൈവപുത്രനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ജീവനുണ്ട്. യോഹന്നാൻ 3:36. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ. ദൈവത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ് ജീവനുള്ളത്. ജീവിച്ചിരിക്കാൻ തന്നെ മരിച്ചവരുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിക്കാൻ ഒരുവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആദ്യം പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അതെ, ദൈവിക ജീവനില്ലാത്ത, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്ത, ആ ദൈവത്തെ അനുസരിക്കാത്ത, പരിശുദ്ധാത്മാവിൻ്റെ ജീവനില്ലാത്ത വ്യക്തികളാണ് ജീവിച്ചിരിക്കുക തന്നെ മരിച്ചവർ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ പ്രാപിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം ദാനം ചെയ്യുന്നു. അത് പ്രാപിച്ച് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ കാണത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. താങ്ക് യു.